ഒരു വ്യക്തിയെ അചഞ്ചലമായി പിന്മാറാതെ നിലനിർത്തുന്നത് അവനിൽ പ്രവർത്തിക്കുന്ന വിശ്വാസമാണ്. പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികളും കഷ്ടങ്ങളും കടന്നു വരുവാൻ ഇടയുണ്ട്. അനേകർ പതറി ക്ഷീണിച്ച് തകർന്ന് തരിപ്പണമായി പോകുന്നതും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അചഞ്ചലമായ ഒരു വിശ്വാസം ഒരുവനെ ശക്തീകരിക്കുകയും അനുദിനവും അവനെ ബലപ്പെടുത്തുകയും ചെയ്യും. ദാനിയേലിൻ്റെ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അതെ, അവർക്ക് വ്യക്തമായൊരു ഒരു വിശ്വാസമുണ്ട്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൃശ്യമായ വിശ്വാസവും അദൃശ്യമായ വിശ്വാസവുമാണ്. ദൃശ്യമായി അവരെ ഭാരപ്പെടുത്തുന്ന രാജാവ്, അതിൻ്റെ മുമ്പിൽ ചോദ്യചിഹ്നങ്ങളായി നിൽക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ. എന്നാൽ ദൃശ്യമായ വിഷയങ്ങളുടെ മുമ്പിൽ അദൃശ്യനായൊരു ദൈവം നിലനിൽക്കുന്നെന്നും അദൃശ്യനായൊരു ദൈവം തൻ്റെ പ്രവൃത്തിയെ അവർക്ക് വേണ്ടി അയക്കും എന്നും ഉള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അവർ വളർന്നു. ഇന്ന് നമ്മളുടെയും ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, അറിയുക. നമ്മളുടെ ജീവിതത്തിൽ ദൃശ്യമായി ഭയപ്പെടുത്തുന്ന പലതിൻ്റെയും മുമ്പിൽ അദൃശ്യമായ ഒരു വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ അത് ശത്രുവിൻ്റെ മേൽ ജയത്തിന് കാരണമായി തീരും. അതുകൊണ്ടാണ് അപ്പോസ്തലനാകുന്ന പൗലോസ് 2 തീമോഥെയോസിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതെ, പൗലോസിൻ്റെ വിശ്വാസമാണ് താൻ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച്, തന്നെ നടത്തുന്ന കർത്താവിനെക്കുറിച്ച്, ഇതുവരെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ ജയകരമായി നിലനിർത്തിയ ദൈവത്തെക്കുറിച്ച് അവൻ ശക്തമായി വിശ്വസിക്കുക. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ അവൻ എന്നെ കാക്കുവാൻ ശക്തനാണ്. ഒരിക്കലും പിന്മാറാൻ ഇടവരാത്ത ഒരു ശക്തിയേറിയ ദൃഢമായ വിശ്വാസം. അതെ, ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ അതിൻ കീഴിൽ നമുക്ക് ശക്തരായിട്ട് മുൻപോട്ട് കടന്നു വരാം, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി നിൽക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.